അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ സഹറത്തുൽ ബയാനിൽ വന്ന ഒരു ചോദ്യവും അതിന്റെ ഒരു ഉത്തരവുമാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉള്ളത്. നമസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് കേട്ടു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുജീബ് കാസർഗോഡ്. ഞങ്ങൾക്കവിടെ ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഒരു മുസ്ലിമായ ഒരു യുവാവിന്റെ ചോദ്യമാണെങ്കിൽ നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നിസ്കാരം 5 വക്ത് എന്തുകൊണ്ട് നിർബന്ധമാക്കി? നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വല്ല അസാബ് ഉണ്ടാകുമോ? അള്ളാഹു പിണങ്ങുമോ എന്നാണ് ചോദ്യം. അള്ളാഹ് വിശദമായിട്ട് നമ്മൾ സഹകരിച്ചിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആ ചോദ്യം വന്നത് കൊണ്ട് നമുക്ക് അതിന്റെ ഒരു ചർച്ച അത്യാവശ്യമാണ്. ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒന്ന്, നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മനുഷ്യരുടെ മേൽ നമസ്കാരം നിർബന്ധമാക്കിയത്? നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുമോ? അല്ലാഹു പിണങ്ങുമോ? എന്നൊക്കെയാണ് ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ വിശദമായി നാം ഒന്ന് ചിന്തിക്കേണ്ടതും സംസാരിക്കേണ്ടതുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം സൃഷ്ടികളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, പല വസ്തുക്കളും ഉണ്ട്. അവക്കൊന്നുമില്ലാത്ത വിശേഷ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിക്ക് നൽകിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ഉന്നതിയിലെത്തുന്നതും അവനെ ആദരിക്കപ്പെടുന്നതും ഒക്കെ ബുദ്ധി ഉണ്ടാകുമ്പോഴാണ്. ബുദ്ധി നഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ആരുടെ അരികിലും ഒരു ആദരവും ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരണീയനായാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വലഖദ് കറംനാ ബനി ആദം. നമ്മൾ ആദം സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നു. ആ ഒരു ബഹുമാനം ഒന്നാമതായി മനുഷ്യനെ ബുദ്ധി നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഒരു ആയത്തിൽ പറയുന്നതായി ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നതായി കാണാം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദാരിയാത്തിൽ പറഞ്ഞതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ ഇബാദി, അല്ലാഹ് പറയുന്നു, എന്റെ അടിമകളെ, അന്നീ മാ ഖലഖതുക്കും, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല, ലിയസ്തഗ്ഫിറ ബിക്കും, നിങ്ങളെ കൊണ്ട് കുറെ ആളുകളെ, കുറെ സൃഷ്ടികൾ എനിക്കുണ്ടാക്കാൻ വേണ്ടി, മിൻ കില്ലത്തിൻ, ഞാൻ സൃഷ്ടിച്ച സൃഷ്ടികൾ കുറവായതുകൊണ്ട്, എനിക്ക് സൃഷ്ടികൾ കുറവായതുകൊണ്ട് എനിക്ക് കൂടുതൽ സൃഷ്ടികൾ വേണം എന്നതിനല്ല നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത്. നിങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ, സമയം കളയുവാൻ വേണ്ടിയും അല്ല. മിൻ വഹ്ശത്തിൻ, സമയം നീങ്ങാതെ പ്രയാസപ്പെടുമ്പോൾ ഒരു ഉൻസ് കിട്ടാനല്ല. വലാ ലിയസ്തഈന ബിക്കും അലാ അംരിൻ അജസ്തു അൻഹു, എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയുമല്ല നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത്. വഇന്നമാ ഖലഖ്തുക്കും ലിതഅ്ബുദൂനി, നിങ്ങൾ എനിക്ക് ആരാധിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്.
അതുകൊണ്ടാണ് മറ്റു സൃഷ്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൃഗങ്ങൾക്കും മറ്റുള്ളവർക്കൊന്നും നൽകാത്ത ബുദ്ധി മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ആരാധിക്കണമെങ്കിൽ ബുദ്ധി വേണം. അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം. എന്നെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ സൃഷ്ടിച്ചതായ ഒരു സൃഷ്ടാവിന് നന്ദി കാണിക്കേണ്ടത് എന്റെ കടമയാണ് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിനേക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക. മനുഷ്യന് വലിയ ആദരവ് അല്ലാഹു നൽകി, ബുദ്ധി നൽകി. ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനുള്ള കഴിവ് നൽകി, സ്വാതന്ത്ര്യം നൽകി. മറ്റുള്ള എല്ലാ വസ്തുക്കളെയും മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചു. മൃഗങ്ങളെ മനുഷ്യൻ കീഴ്പ്പെടുത്തിക്കൊണ്ട് മനുഷ്യന്റെ അടിമകളാക്കി മാറ്റുന്നു. മനുഷ്യൻ പറയുന്ന ജോലികൾ ചെയ്യിപ്പിക്കുന്നു. എത്ര വലിയ മൃഗമാണെങ്കിലും ആനകളെ പോലെ അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളെയും എല്ലാ വസ്തുക്കളെയും മനുഷ്യന്റെ അടിമകളാക്കി മനുഷ്യനെ ഖിദ്മത്ത് ചെയ്യുന്ന, സേവനം ചെയ്യുന്ന വസ്തുക്കളാക്കി മാറ്റി. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും മനുഷ്യന് ഉപയോഗത്തിന് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചു. ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ബുദ്ധി നൽകി. മറ്റുള്ള വസ്തുക്കളൊക്കെ ആ മനുഷ്യനെ ഖിദ്മത്ത് ചെയ്യുന്ന, സേവനം ചെയ്യുന്നവയാക്കി. എന്നിട്ടും മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു. അത് മനുഷ്യനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാക്കി. അത്രയും ഗുണങ്ങൾ ചെയ്ത റബ്ബിനിക്ക് നന്ദി കാണിക്കണമെന്ന് ചിന്തിക്കാൻ വലിയ ബുദ്ധി ആവശ്യമില്ല. അള്ളാഹുവിനിക്കുള്ള ബുദ്ധി, അള്ളാഹുവിനിക്കുള്ള ശുക്ർ. ഒരു പട്ടിയാണെങ്കിൽ നാം അതിന് ഭക്ഷണം ഇട്ട് കൊടുത്താൽ നമ്മെ കാണുന്ന സമയത്ത് അത് വാലാട്ടിക്കൊണ്ട് നമുക്ക് നന്ദി കാണിക്കും. ഏത് മൃഗവും അങ്ങനെയാണ്. പക്ഷെ അവക്ക് ബുദ്ധികൾ ഇല്ല. അപ്പൊ ബുദ്ധിയുള്ള മനുഷ്യൻ എന്നെ സൃഷ്ടിച്ച റബ്ബിന് ഞാൻ ഇബാദത്ത് ചെയ്യണം എന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ, എന്നിട്ട് ഇബാദത്ത് ചെയ്തില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും എന്നതിൽ പിന്നെ ചോദിക്കാൻ ഇല്ല, സംശയത്തിന് വകയില്ല. അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനുൽ ശരീഫിൽ സൂറത്ത് മറിയം എന്ന് പറയുന്ന സൂറത്തിൽ തന്നെ പറയുന്നു, فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. ശേഷം ഒരു വിഭാഗം ആളുകൾ വരും, അല്ലാഹു സ്വലാത്ത്, അവർ നമസ്കാരത്തിനെ ഉപേക്ഷിച്ചു. വത്തബഉ ശഹവാത്തി, അവരുടെ ശരീരം എന്തൊക്കെ പറയുന്നു അതനുസരിച്ച് അവർ ജീവിക്കും. അങ്ങനെയുള്ള ആളുകളെ പറ്റി അല്ലാഹു പ്രഖ്യാപിക്കുന്നു, ഫസൗഫ, ശേഷം യൽഖൗന ഗയ്യ, ഗയ്യിലേക്കാണ് അവർ പ്രവേശിക്കുക. എന്താണ് ഗയ്യ്? മഹാന്മാര് വിവരിക്കുകയാണ്, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, സഹാബാക്കൾ ഒക്കെ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ, റഈസുൽ മുഫസ്സിരി, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്ന നാമത്തിൽ അറിയപ്പെട്ട മഹാൻ പറയുകയാണ്, അൽ ഗയ്യു വാദിൻ ഫീ ജഹന്നം. ഗയ്യ് എന്ന് പറയുന്ന സ്ഥലം നരകത്തിലുള്ള ഒരു സ്ഥലമാണ്. വാദിൻ ഫീ ജഹന്നം തസ്തഈദു മിൻഹു കുല്ല യൗമിൻ അൽഫ മറ. നരകം തന്നെ ആ സ്ഥലത്തിനെ തൊട്ട് അള്ളാഹുവിനോട് അഭയം തേടും ഓരോ ദിവസവും 1000 പ്രാവശ്യം. മിൻ ശിദ്ദത്തി ഹറാറത്തിഹി, ആ സ്ഥലത്തുള്ള ചൂട് അത്രക്കും ശക്തി ആയതുകൊണ്ട്. ഉഇദ്ദ ദാലിക്കൽ വദി, എന്നാൽ ഈ സ്ഥലത്തിന് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ലിതാരിക്കി സ്വലാത്തി, നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക്. ബഹുമാനപ്പെട്ട അത്താ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ഗയ്യു വാദിൻ ഫീ ജഹന്നം,
നരകത്തിലുള്ള ഒരു സ്ഥലമാണ്. നരകാവകാശി നരക നിവാസികളായ ആളുകളുടെ രക്തവും ജലവുമാണ് അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് താരിഖുസ്സലാത്ത് നിസ്കാരം ഉപേക്ഷിക്കുന്നവരെ അള്ളാഹു താമസിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട കഅബ് എന്നവര് പറയുന്നു റളിയല്ലാഹു അൻഹു, അൽ ഖയ്യു വാദിൻ ഫീ ജഹന്നം, നരകത്തിലുള്ള ഒരു സ്ഥലമാണ്. മാ ബഅദ ഖഅറഹു വഅശദ്ദ ഹർറഹു, എത്രമാത്രം ആഴമുള്ള സ്ഥലമാണ്, എത്രമാത്രം ശക്തിയായ ചൂടാണ് അവിടെ ഉള്ളത്. ഈ സ്ഥലം നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോ അള്ളാഹു ശിക്ഷിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അവന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതും ചെറിയതല്ല, വലിയ ഒരു ശിക്ഷ തന്നെ അവനിക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമല്ല, അള്ളാഹു പിണങ്ങുമോ എന്ന ചോദ്യത്തിന്റെ അവസാനമാണ്. നമുക്കൊന്നുകൂടി കേട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുജീബ് കാസർഗോഡ്. ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഒരു മുസ്ലിമായ ഒരു യുവാവിന്റെ ചോദ്യമാണെങ്കിൽ നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നിസ്കാരം 5 വക്ത് എന്തുകൊണ്ട് നിർബന്ധമാക്കി? നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വല്ല അസാബ് ഉണ്ടാകുമോ? അള്ളാഹു പിണങ്ങുമോ എന്നാണ്. അസാബുണ്ടാകും എന്നാണ് നാം ഇപ്പോൾ പറഞ്ഞത്. ഇനി അള്ളാഹു പിണങ്ങും ചെയ്യും. പിണങ്ങുക, നന്നാവുക എന്നൊക്കെ പറഞ്ഞത് നമ്മളുടെ സൃഷ്ടികളുടെ സിഫത്തിൽപ്പെട്ട ഗുണത്തിൽപ്പെട്ടതാണ്. പക്ഷെ അത് വേറെ ഒരു മജാസിയായ ആലങ്കാരികമായ പ്രയോഗം അനുസരിച്ച് പറയാം. ഒരു ഹദീസിൽ തന്നെ കാണാം, വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ലഖിയല്ലാഹ വഹുവ മുളയ്യിൻ ലിസ്സലാത്തി, നിസ്കാരം നഷ്ടപ്പെടുത്തിയവനായ നിലയിൽ ഒരാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ നിസ്കരിക്കാതെ അങ്ങനെ ജീവിച്ചു, അങ്ങനെ പിന്നെ പെട്ടെന്ന് അയാൾ മരണപ്പെട്ടു. അയാളുടെ ഒരു ഹസനാത്തിൽ നിന്ന് ഒന്നിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്നമാക്കുകയില്ല, വകവെക്കുകയില്ല, പരിഗണിക്കുകയില്ല. ഇത് തന്നെയാണ് പിണക്കം എന്ന് പറയുന്നത്. ചെയ്ത കാര്യങ്ങളൊന്നും നിസ്കാരമില്ലെങ്കിൽ പിന്നെ പല ഹദീസിലും കാണാം, ആദ്യമായി വിചാരണ നടത്തപ്പെടുന്നത് തൗഹീദിന്റെ ശേഷം നിസ്കാരത്തിനെ പറ്റിയാണ്. ഒന്നാമത്തെ ആ വിചാരണയിൽ വിജയിച്ചവൻ വിജയിച്ചു, ബാക്കിയുള്ളതൊക്കെ അവനിക്ക് വളരെ എളുപ്പമായി. അതിൽ പരാജയപ്പെട്ടാൽ മറ്റുള്ളതൊക്കെ പരാജയമായിരിക്കും. അതാണ് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ വിശദീകരണം. അപ്പൊ അതുകൊണ്ട് നിസ്കാരം എന്നത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 24 മണിക്കൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ട് ആ 24 മണിക്കൂർ സമയത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ എങ്ങനെ സമയം കണ്ടെത്തണം എന്ന് പഠിപ്പിക്കാനാണ് 5 നേരത്തെ നിസ്കാരം, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി ഇങ്ങനെ വീതിച്ച് 5 സമയങ്ങളിലാക്കിയത്. മാത്രമല്ല അതിൽ വേറെ ഒരു പാഠം കൂടി നമുക്ക് അള്ളാഹു നൽകുന്നുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഏതൊരു കാര്യങ്ങളും നാം കൃത്യമായി ഒരു ടൈം ടേബിൾ വെച്ചുകൊണ്ട് ചെയ്താൽ അത് കൃത്യമായി ചെയ്യാൻ പറ്റും. അതിനാണ് അള്ളാഹു പ്രത്യേകമായ ഒരു ടൈം തന്നത്, ഒരു ടൈം ടേബിൾ. ആ ടൈം ടേബിൾ അനുസരിച്ച് അതാത് സമയങ്ങളിൽ അത് ചെയ്തു മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതിനു വേണ്ടി. മാത്രമല്ല പ്രത്യേക സമയങ്ങളിലാണ് ഓരോ നിസ്കാരങ്ങൾ വെച്ചത്. രാവിലെ ഏറ്റവും ഉണരുന്ന ആ സമയത്ത് ഉണർന്ന ഉടനെ തന്നെ റബ്ബിനൊന്ന് സ്മരിക്കുക. ഇങ്ങനെ മാറി മാറി വരുന്ന സമയങ്ങളിലൊക്കെ ഒരു മനുഷ്യനെ എപ്പോഴൊക്കെ അശ്രദ്ധ വരാൻ സാധ്യതയുണ്ട്, അത്രയും സമയങ്ങളിലൊക്കെയും അള്ളാഹുവിലേക്ക് ആ മനുഷ്യന്റെ ചിന്ത കൊണ്ടുപോകുന്നതിന് വേണ്ടി സമയാധിഷ്ഠിതമായി അള്ളാഹു നിസ്കാരത്തിനെ വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇതുപോലെ സമയാധിഷ്ഠിതമായി നടത്തിയാൽ
ഉന്നതമായ വിജയം എല്ലാ കാര്യങ്ങളിലും നേടാൻ സാധിക്കും. ഇബാദത്ത് അള്ളാഹുവിന് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. നന്ദി കാണിക്കുക എന്നത് ബുദ്ധി പോലും സമ്മതിക്കുന്നതാണ്. അതുകൊണ്ട് നിസ്കരിക്കാത്ത മനുഷ്യൻ ഇബ്ലീസിനേക്കാൾ ഏറ്റവും പിഴച്ചവന. ഒരു സുജൂദാണ് അവൻ ഒഴിവാക്കിയത്. നിസ്കരിക്കാത്തവന്റെ എത്ര സുജൂദുകൾ, അതും അവൻ ഒഴിവാക്കിയത് ആദം നബിക്കാണ്. അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാൻ അവൻ എപ്പോഴും റെഡിയായിരുന്നു. അള്ളാഹുവിനിക്ക് തന്നെ എത്രയോ സുജൂദ് ഒഴിവാക്കുന്ന ഒരു താരിഖുസ്സലാത്ത്, നിസ്കരിക്കാത്ത മനുഷ്യൻ അവന് ഏറ്റവും മോശപ്പെട്ടവനാണ്. അങ്ങനത്തെ വിഭാഗത്തിൽ നാം ഒരിക്കലും പെടരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനേക്ക് ഇബാദത്ത് ചെയ്തൊരു അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഒക്കെ അള്ളാഹു ആ വിഭാഗത്തിൽ പെടുത്തട്ടെ. ആമീൻ. പല ആളുകളും പല ഉദ്ദേശങ്ങൾ വെച്ച് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കട്ടെ. പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി സന്തോഷവും റാഹത്തും ഖൈറും ബറക്കത്തും ജീവിതത്തിൽ അള്ളാഹു നൽകട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാൻ എല്ലാവർക്കും, എല്ലാ മുഅ്മിനുകൾക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.